ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആരും എന്നെ കണ്ട് പേടിച്ചു വരുത്. ഞാൻ എൻ്റെ വീഡിയോസിൽ ആദ്യമായിട്ടാണ് ഐബ്രോ പോലും ഫില്ല് ചെയ്യാതെ വന്നിരിക്കുന്നത്. എനിക്കും അമ്മയ്ക്കും പാരമ്പര്യമില്ല, എനിക്കും അമ്മയ്ക്കും എന്തായാലും ഐബ്രോ ഇല്ല. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും മുഖത്തൊന്നും ചെയ്തില്ല, ഐബ്രോ എങ്കിലും ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അതുപോലും ചെയ്തിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എന്നൊരു മേക്കപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എൻ്റെ 2 ദിവസം കഴിഞ്ഞ വീക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് അണ്ടർ 300 മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു മേക്കപ്പ് ചെയ്യാൻ പോവാണ്. എനിക്കറിയില്ല ഇത് എങ്ങനെ ആവുമെന്ന്. ഞാനിത് വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്ക് ഈ മൊമെൻറ്റ് സ്പെഷ്യലാണ്. ഇനി കുറേ വർഷം കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പിലൊക്കെ കുറച്ച് എക്സ്പേർട്ടും പ്രൊഫഷണലായ എൻ്റെ ഈ ബിഗിനിങ് സ്റ്റേജ് ഞാൻ ഫസ്റ്റ് ചെയ്ത മേക്കപ്പ് അതെനിക്ക് കാണണം, അല്ലെങ്കിൽ എനിക്കത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ആക്നെ പ്രോൺ നല്ല പോഴ്സ് ഒക്കെ ഉള്ള സ്കിന്നാണ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രൈമർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രൈമറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയില്ല ഈ ഓർഡറൊക്കെ, ഓഫ്കോഴ്സ് എനിക്ക് പ്രൈമർ ആദ്യം ഇടണമെന്നറിയാം, പിന്നീടുള്ള ഓർഡറൊക്കെ ഇതൊക്കെ കറക്റ്റ് ആണോ, എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും പറയുക. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയാമെന്നുള്ളവർ പറഞ്ഞു തരിക. ഇനി അങ്ങോട്ട് എനിക്ക് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെ എനിക്ക് ചിരിയും വരുന്നുണ്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൽ. സോ ഇത് മാർസിന്റെ സീറോ പ്രൈമർ ആണ്. ഇതും ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൈമർ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആക്നെ ഉള്ള ഇത് ഓവറായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് ഐ നോ ദാറ്റ്. സോ പ്രൈമർ അപ്ലൈ ചെയ്യാം. അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തിലൊരു ഇത് വരുന്നുണ്ട്, ലൈക്ക് ആക്നേസിലൊക്കെ ജസ്റ്റ് അതൊന്ന് സ്മൂത്തൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ ആ ഒരു ഡിഫറൻസ് കണ്ടോ പ്രൈമർ യൂസ് ചെയ്തപ്പോ? നല്ല ഭംഗിയായിരുന്നാ മതിയായിരുന്നു. ഐ മീൻ ചെയ്യുന്നത് കൊള്ളായിരുന്നാ മതിയായിരുന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചധികം പിമ്പിൾസ് ഉള്ളത് കൊണ്ട് ഇവിടെ കണ്ടോ ചോന്നിരിക്കുന്നത് രണ്ട് സൈഡും. അങ്ങനെ പ്രൈമർ ഇട്ട് കഴിഞ്ഞു. ഡൺ. ഇനി അടുത്ത് നമുക്ക് എന്താണ്, നമുക്ക് കളർ കറക്റ്ററും പക്ഷെ കോണ്ടൂർ അല്ലല്ലോ, കൺസീലറും യൂസ് ചെയ്യാം. അത് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റ് ആണ്. കറക്റ്ററും കൺസീലറും എല്ലാം ഉണ്ട് ഇതിൽ. ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത കേട്ടോ ഇന്നലെ. എൻ്റെ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുൾ എനിക്ക് പിഗ്മെൻറ്റേഷൻ ആണ് വായുടെ ചുറ്റും. ആക്ച്വലി ഞാൻ ഇതിൽ നോക്കി ചെയ്യുമ്പോഴാണ് എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഗൈസ് എൻ്റെ പുതിയ മിറർ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അയ്യോ അതെവിടെ? അതാ നടക്കുന്നു. ക്യൂട്ടല്ലേ? ഞാൻ ഇന്ന് വാങ്ങിയ മിററാണിത്, രാമചന്ദ്രയിൽ പോയപ്പോൾ. നല്ല രസമുണ്ട്. ഇതാണ് ബെറ്റർ കേട്ടോ, ഇങ്ങനെ നോക്കി ചെയ്യുന്നതിനേക്കാളും. ഇപ്പം എൻ്റെ വർക്കൊക്കെ കാരണം എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ചില എക്സാം ടൈമിലൊക്കെ ഞാനൊരു 5 മണിക്കൂറും 4 മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ പോലും വരാത്ത ഡാർക്ക് സർക്കിൾസ് എനിക്കിപ്പോൾ വന്നു തുടങ്ങി. മേ ബി പ്രായമാവുന്നതിൻ്റെ ആയിരിക്കും. അയ്യോ ഞാൻ ഇങ്ങനെ വെച്ചതൊന്നും കണ്ടില്ലല്ലേ. ലൈക്ക് പ്രായമാവുന്നതിൻ്റെ ആയിരിക്കും. ഇല്ല, എൻ്റെ ഈ സൈഡാണ് ഭംഗിയുള്ളത്, അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. പ്രായമാവുന്നതിൻ്റെ ആയിരിക്കും, കാരണം വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. ഇതിലേത് ഷെയ്ഡാണ്? ഐ തിങ്ക് ഈ ഷെയ്ഡാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. ഇന്നലെ ഞാൻ യൂസ് ചെയ്തപ്പോൾ അതായിരുന്നു നല്ലതായിരുന്നു. ഇത് കോമഡി ആയിട്ടുണ്ടല്ലേ എന്നെ കാണാൻ. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഐ തിങ്ക് ദിസ് ഇസ് ഇനഫ്. ഐ തിങ്ക് എല്ലാം ഒരു കണക്കൂട്ടിൽ ഒരു ഊഹാപോഹമാണ്, ഒന്നും നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല, കാരണം എനിക്കറിയില്ലല്ലോ ഇത്. ഇതൊക്കെ ചെയ്ത് എക്സ്പേർട്ട് ആയിട്ടുള്ളവർ ആരെങ്കിലും കാണണമെങ്കിൽ വിചാരിക്കും ഈ പെണ്ണ് എന്ത് കാണിക്കുന്നു എന്നല്ലേ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ആയിരുന്നില്ലേ ഗൈസ്? ഓക്കെ, ഇപ്പൊ കുറച്ച് ഈവൻ ആയില്ലേ? അപ്പോൾ എൻ്റെ ഇവിടെ ഈ കറുപ്പ് മാറിയാൽ ഞാനിങ്ങനെ ഹനുമാൻ കുട്ടീനെ പോലെ ഇരിക്കുമെന്നാണ് അതിൻ്റെ മീനിങ്.
എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേസസ് ഇട്ട സമയത്ത് പല്ല് കുറച്ച് ബാക്കിലോട്ടായിരുന്നു, അപ്പം ഈ കറുപ്പ് കുറവായിരുന്നു നല്ല. ഇപ്പൊ ചെറുതായിട്ട് തള്ളി തുടങ്ങിയപ്പോൾ, വീണ്ടും തള്ളി തുടങ്ങിയപ്പോൾ വീണ്ടും ആ പാട് വന്നു തുടങ്ങി. എങ്ങനെയാണെന്നറിയില്ല. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഞാൻ എൻ്റെ തന്നെയാണോ എടുത്തത്? യാ, ഇത് എനിക്ക് കൊളാബ് കിട്ടിയ പ്രോഡക്റ്റ് ആണിത്. ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ നല്ല സാധനമാണിത്. എൻ്റെ സ്കിന്നിന് ഭയങ്കര സെയിം ആയിട്ടുള്ളതാണ്. സോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ആക്ച്വലി ഇതിന് പകരം നമുക്ക് ഇൻസൈറ്റിൻ്റെ ഇപ്പോൾ ഒരു പുതിയ സാധനം ഇറങ്ങിയല്ലോ, അത് യൂസ് ചെയ്യാം. കുറച്ച് മതി. ഞാൻ കുറേ നേരം ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാൻ പറ്റിയില്ലെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് ഈ ആംഗിൾ അറിയില്ലായിരുന്നു. ഇനിയുള്ള വീഡിയോയിൽ ഞാൻ കറക്റ്റ് വെച്ച് ചെയ്യാം ഗൈസ്. കറക്റ്റ് ആയില്ലേ? ഈവൻ ആയില്ലേ സ്കിന്ന്? അല്ലേ ഗൈസ്? പറയൂ എല്ലാവരും. ഗൈസ് കൊള്ളാം കേട്ടോ. ഞാൻ എത്ര നാളും ചെയ്തതിൽ കറക്റ്റ് എമൗണ്ട് ഓഫ് എന്താണ് ഫൗണ്ടേഷൻ ഞാൻ ഇന്നാണ് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ വാരി ഒഴിക്കുമായിരുന്നു. പക്ഷെ ഇന്നാണിത് സത്യം പറഞ്ഞ കറക്റ്റ് ആയത്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ പൗഡർ, സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാം. എനിക്ക് ഏറ്റവും ടെൻഷനുള്ള സാധനമാണ് ഈ സെറ്റിംഗ് പൗഡർ. കാരണം നമ്മളെ സാധാ പൗഡർ പോലെ അല്ലല്ലോ. സോ മറ്റേ പൗഡറാണെങ്കിൽ വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ബ്ലെൻഡ് ആയിപ്പോയി. പക്ഷേ ഈ സാധനം ഇതെനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ചീറ്റിപ്പോയി. ഞാൻ ഇത് ഇങ്ങനെ പഫ് ചെയ്ത് വയ്ക്കുന്നതിന് വരെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്തു. അപ്പോൾ എന്താണ്, മേക്കപ്പ് ഇങ്ങനെ ഇളകാൻ തുടങ്ങി. മേക്കപ്പ് ഇങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇഷ്യൂ കയ്യിലായി. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് നോക്കി ഫൗണ്ടേഷൻ്റെ പുറത്ത്. പക്ഷേ കുഡൻ ഡു ഇറ്റ് പ്രോപ്പർലി. അപ്പം നമുക്ക് കയ്യിൽ കുറച്ച് തട്ടിയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കാം ഗൈസ്. ഇത് എൻ്റെ ഏറ്റവും ടെൻഷനുള്ള പാർട്ടാണ് എനിക്കിത്. കറക്റ്റ് ആയാൽ മതിയായിരുന്നു കൃഷ്ണ. ഓക്കേ, ഇന്ന് പ്രശ്നമില്ല. ഇന്നലെ അപ്പം എനിക്ക് എന്ത് പറ്റിയത് ഗൈസ്? ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റാക്കി കൈ വച്ചിട്ട്, കൈയും പഫും ഒക്കെ വെച്ചിട്ട് ഏതാണ്ടൊക്കെ ഞാനൊന്ന് ഓക്കെ ആക്കി. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. ഐബ്രോ ഫില്ല് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ അല്ല, ഇത് എൻ്റെ ചേച്ചിയുടേതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. ചേച്ചി എവിടെ നിന്നാണ് വാങ്ങിയത് എനിക്കറിയില്ല. എനിക്ക് ആകെപ്പാട് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ അത് ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ടാണ്. അതെനിക്കറിയാം നല്ലതായിട്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇത് കൊളാക്കി വെക്കുന്ന കാര്യം ആലോചിച്ച് നോക്ക്. ഐബ്രോ ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഫില്ല് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലാതെ എനിക്കറിയാം ഐബ്രോ. ഞാൻ പറഞ്ഞില്ലേ, കൊള്ളാം. സ്വയം പറയണല്ല. ഐബ്രോ ഇസ് ഡൺ. ഇനി നമുക്ക് നമ്മുടെ ഐ മേക്കപ്പ് ചെയ്യാം. എനിക്ക് ഏറ്റവും ടെൻഷൻ ഉള്ളത് ഒന്ന് ഈ പൗഡർ ഇടാനും പിന്നെ എനിക്ക് ഐ ചെയ്യാനുമാണ്. ഐ ചെയ്യാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞാൽ ലിറ്ററലി എനിക്ക് ഒന്നും അറിയില്ല. പക്ഷേ ലെറ്റ്സ് ട്രൈ. ഇത് കണ്ടോ, എൻ്റെ പുതിയ സാധനമാണ്. ഞാനിത് ഇൻസ്റ്റയിൽ ഇടാനായിട്ടൊരു വീഡിയോ എടുത്ത് അത് തറയെ വന്ന് വീണു, എല്ലാം എന്താ പൊടിഞ്ഞു. ഒന്നും പറയാനില്ല, എൻ്റെ കയ്യിൽ നിന്നായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. നമുക്ക് ലൈറ്റർ ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് എടുക്കാം. ലൈറ്റർ ഷെയ്ഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് കണ്ണിൽ ഫുള്ള് അപ്ലൈ ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് എൻഡിൽ കൊടുക്കാം. ചെറുതായിട്ടൊരു ഡാർക്ക്, വലുതായിട്ടല്ല, വളരെ ചെറുതായിട്ടൊരു ഡാർക്ക്. ഇതിലേതാണ് ഡാർക്ക്? ഇത് കൊടുക്കാം അല്ലേ? മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ മിക്സ് ചെയ്യാം നമുക്ക്. ഡാർക്ക് ആവുന്നില്ലല്ലോ. മാറ്റമൊന്നുമില്ല കേട്ടോ അതിന്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത പ്രശ്നമായി തോന്നുന്നു. അപ്പം നമുക്ക് ഈ പിങ്ക് കൊടുക്കാം. എന്തായാലും ഗ്ലിറ്റർ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഗ്ലിറ്ററൊക്കെ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ഗ്ലിറ്റർ കൊടുക്കാം. ഇത് നമുക്ക് ഈ എൻസിൽ കൊടുക്കാം, ഈ ഒരു പിങ്ക് കളർ എൻസിൽ മാത്രമായിട്ട്.
എപ്പിടി ഇருக்கு? തമിഴ് അറിയാന്നുള്ള 2 വാക്കുകളാണിത്. കണ്ടോ, ഇതാണ് ഞാൻ ചെയ്തത്. ഇംപെർഫെക്റ്റ് ആണ്, ഓഫ് കോഴ്സ് ഐ നോ, പക്ഷേ ഒന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് ഐലൈനർ വരയ്ക്കാം. ഭംഗിയായില്ലേ കണ്ണിപ്പോ? ഇനി നമുക്ക് നമ്മുടെ മസ്കാര ഇടാം. ആക്ച്വലി മസ്കാരയെ പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മസ്കാര ഇല്ലേ, എടുക്കട്ടെ. ഈ മസ്കാര എന്ന് പറഞ്ഞാൽ, ഇത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഇങ്ങനെ മേളിൽ കൂടെയും തുറക്കാം. ഇതെന്താണ്, ഇത് ലെങ്ത്തിനും മറ്റത് വോള്യത്തിനും, ഇതാ ഇങ്ങനെയും തുറക്കാം. ഇപ്പൊ 2 സാധനങ്ങളാണ് ഉള്ളത്, കണ്ടോ കണ്ടോ, 2 സാധനങ്ങളാണ് ഉള്ളത്. അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് കൊടുക്കാം, എന്നിട്ട് വോളിയം വയ്ക്കാം. എവിടെ വരൂ, കണ്ണാടി എവിടെ? നമുക്ക് വോളിയം കൊടുക്കാം. വോളിയം കൊടുത്തപ്പോൾ വ്യത്യാസം വന്നുകൊണ്ടില്ലേ? ഒരു നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഡൺ. കൊള്ളാം ഗൈസ്, ഞാൻ വിചാരിച്ച പോലെ അല്ല, ഞാൻ ഓവർ ടാലന്റഡ് ആണ്. ഇനി നമുക്ക് പൗഡർ ബ്ലഷ്. എനിക്ക് മറ്റേ ക്രീം ബ്ലഷും ഉണ്ട്, പൗഡർ ബ്ലഷും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റിംഗ് പൗഡർ ഇട്ടേക്കുന്നതാണ്. ഞാൻ അവിടെ നോക്കിയാണ് സംസാരിച്ചിട്ടുണ്ട്. നമുക്കിനി പൗഡർ ബ്ലഷ് യൂസ് ചെയ്യാം. പൗഡർ ബ്ലഷിനും ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹിലറി റോഡയുടെ ഈ ഐഷാഡോ പാലറ്റിൽ തന്നെ നമുക്ക് പൗഡർ ബ്ലഷ് ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. എല്ലാം ഞാൻ ട്രൈ ചെയ്ത് കൊടുത്തേക്കാം. ഞാൻ എടുത്ത് പറഞ്ഞത് ഇത് ഭയങ്കര വർത്ത് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബ്ലഷ് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതല്ലേ. എനിക്ക് തന്നെ ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ ഇറിറ്റേഷൻ ആവുമായിരിക്കും. ബ്ലഷ് ചെയ്യാം നമുക്ക്. കുറച്ച് ഓവറായി, എന്നാലും നമുക്കത് ബ്ലെൻഡ് ചെയ്ത് ശരിയാക്കാം. ബ്ലഷും എനിക്കിപ്പോൾ ഏതാണ്ട് അറിയാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഓക്കേ, ബ്ലഷിങ് പിടിയിറക്കുക ഗൈസ്, കൊള്ളാല്ലേ? ഇനി നമുക്ക് കുറച്ച് ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഇതിൽ തന്നെ ഹൈലൈറ്ററും ഉണ്ട്. ഒരല്പം ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഇനി മൂക്കിലും കൂടെ ഹൈലൈറ്റർ കുറച്ച്, മൂക്കും കൂടെ തിളങ്ങട്ടെ അങ്ങ്. ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടാൽ മതി. ഞാൻ വിചാരിച്ച ഇത്ര ബോറായില്ല. ലിപ്സ്റ്റിക്കിൽ ഞാൻ ഇടാൻ പോകുന്നത് ഈ കളർ എസെൻസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര ഭംഗിയായിട്ടുള്ളതും ലോങ് ലാസ്റ്റിംഗും ആയിട്ടുള്ള ഒരു കളർ എസെൻസിൻ്റെ ലിപ്സ്റ്റിക്കാണിത്. Done. Done, guys. So finally I did my first ever makeup. അപ്പോൾ ഞാൻ മുടിയൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫ്ലെക്സ് ചെയ്യാനായിട്ട് വരാം. ഹലോ ഗായ്സ്, ഞാനിവിടെ ബായ് ഒക്കെ പറഞ്ഞു പോയി. നോക്കിയപ്പോൾ ക്യാമറ ഇത്ര നേരം ഓൺ അല്ലായിരുന്നു. അങ്ങനെ ഫൈനലി എവറിത്തിങ് ഇസ്, എല്ലാം കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫസ്റ്റ് എവർ മേക്കപ്പ് ചെയ്തു. ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലതായി. എനിക്കെന്തായാലും നല്ലതായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ, എനിക്കങ്ങനെ തോന്നുന്നു. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എനിക്കറിയില്ല. സോ കൊള്ളാം. എനിക്ക് പൗഡറിൻ്റെ അവിടെയൊക്കെ വന്ന് കയ്യിൽ നിന്ന് പോകുമെന്നാണ് വിചാരിച്ചത്. ബട്ട് സംഭവം ഐ മാനേജ്. പിന്നെ ഇന്ന് മേക്കപ്പ് ഇത്തിരി ചെയ്യുന്നപ്പോൾ മുടിതാ ഒട്ടും മെനയില്ലാതെ കിടക്കുന്നത്. ഇന്ന് എൻ്റെ ഹെയർ ഇസ് നോട്ട് ഹെയറിങ് ആണ് സത്യം പറഞ്ഞാൽ. ഭയങ്കര മോശത്തിൽ കിടക്കുന്നു. സോ ഇനി ഒരു 1 ഇയറിനുള്ളിൽ തന്നെ ഞാൻ പ്രോപ്പറായിട്ട് നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ പഠിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി മൈക്കോണാണോ തന്നെ നോക്കിയത്. അങ്ങനെ പഠിക്കുമായിരിക്കും ഞാൻ. പ്രാക്ടീസിലൂടെ കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റും.
അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ എവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്തെങ്കിലും ബെറ്റർ ആക്കാമെന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ മൈൻഡിൽ വെച്ചിട്ട് ഇനി കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.